ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജു വിമൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് വർക്കിംഗ് മോഡലിലുള്ള ഒരു ബൈസൈക്കിളാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂസ് പേപ്പർ, സ്റ്റീൽ റോഡ്, ഈ ചെറിയ കമ്പി വയറും ഇതേപോലെ ചെറിയൊരു കമ്പിയും വേണം, പേപ്പർ കട്ടർ, സിസേഴ്സ്, ഫെവിക്കോൾ, ബ്രഷ്, പിന്നെ ഇതിന് വേണ്ട കളേഴ്സും, പിന്നെ ഫ്ലെക്സ് ക്യൂക്ക് കൂടി വേണം. ഇവിടെ ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഹാഫ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ പേപ്പർ ബൈക്കിന് ചെയ്ത പോലെ തന്നെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇങ്ങനെ നീളത്തിൽ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഇനി ഇതിൽ നിന്നും മറ്റൊരു പീസ് എടുത്തിട്ട് 2 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റണം. ഇനി ബാക്കിയെല്ലാം നമ്മൾ ബൈക്കിന് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനും പേരിടാം. B1, B2, B3, B4, B5 ആൻഡ് B6. ഇതേ രീതിയിൽ കുറച്ച് പേപ്പർ പീസസ് കൂടി കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇതിൻ്റെ വീല് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് ഈ B1 പേപ്പർ സ്റ്റീൽ റോഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി എടുക്കണം. ഇതുപോലെ തന്നെ കുറച്ച് പീസസ് റോൾ ചെയ്തെടുക്കണം. ഇതിൽ നിന്നും സെയിം അളവിലുള്ള 4 പീസ് സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് വീലിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് ഒരു ടിന്ന് വേണം. ഞാൻ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇങ്ങനെ ഒരു പ്ലസ് സിമ്പിൾ പോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ 4 പീസും ഈ 4 പോയിന്റിൽ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിലാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. അടുത്ത പേപ്പർ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് രണ്ടാമത്തെ പോയിന്റിൽ ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് ചെയ്യണം. പിന്നെ 4ാമത്തെ പേപ്പർ റോളും അങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീലിൻ്റെ തിക്നെസ് കറക്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ ഔട്ടർ പോർഷനിൽ 2 പേപ്പർ റോൾ കൂടി ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഈ B2 പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി എടുക്കണം. ഒരു വീലിന് വേണ്ടിയിട്ട് ഇങ്ങനെ 2 പേപ്പർ റോൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പ്ലസ് സിമ്പൽ മാർക്ക് ചെയ്തതനുസരിച്ചിട്ട് കറക്റ്റ് ഹാഫ് പോർഷനിൽ നിൽക്കത്തക്ക രീതിയിൽ ഈ പേപ്പറിൻ്റെ അറ്റം രണ്ടും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഈ 2 പീസും ഓപ്പോസിറ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. ചെറിയൊരു പേപ്പർ പീസ് എടുത്തിട്ട് ഈ ജോയിൻറ്റ് വരുന്ന ഈ 2 പോർഷനിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് വീലിൻ്റെ ഹബ്ബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് B1 പേപ്പർ റോൾ ചെയ്യണം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് അല്പം വലിപ്പം കൂട്ടിയെടുക്കണം. കുറച്ചും കൂടെ വലിപ്പം ആകുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി എടുക്കണം. ഇനി ഈ B2 പേപ്പറിൻ്റെ 1/3 ഭാഗം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് സ്റ്റീൽ റോഡ് ഉപയോഗിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഈ വലുതായിട്ട് റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ B1 പേപ്പർ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ഈ വീലിൻ്റെ സ്പോക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഈ ചെറിയ കമ്പികൾ, അതിനായിട്ട് B6 പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ കുറേ പീസസ് ചെയ്തെടുക്കുക. ഇനി ഈ ഹബ്ബ് എടുത്ത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഈ ചെറിയ പീസസ് ഇതിൻ്റെ അളവനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേ അളവിൽ ബാക്കി എല്ലാ പീസും കട്ട് ചെയ്തെടുക്കണം. ഇതിൽ 8 പീസ് എടുത്തിട്ട് ഈ ഹബ്ബിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇനി മറ്റേ സൈഡിൽ ഇതേപോലെ 8 പീസ് ഒട്ടിച്ചെടുക്കണം. ഈ 2 പീസിൻ്റെ ഇടയ്ക്കായിട്ട് വരത്തക്ക രീതിയിൽ വേണം മറ്റേ സൈഡിൽ ഈ ചെറിയ പീസ് ഒട്ടിക്കാനായിട്ട്. ഇനി ഇത് ഈ ടയറുമായിട്ട് ചേർത്തിട്ട് ഈ ചെറിയ പീസസ് ഈ ടയറിൻ്റെ സെൻട്രൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതേ രീതിയിൽ ബാക്ക് വീലും ചെയ്തെടുക്കണം. ഈ ഫ്രണ്ട് വീലിനെക്കാട്ടിലും കുറച്ചും കൂടെ ലെങ്ത് കൂട്ടി വേണം ഈ ബാക്ക് വീലിൻ്റെ സെൻറ്റർ പാർട്ട് ചെയ്യാനായിട്ട്.
ഇനി നമുക്ക് ഈ മഡ് ഗാർഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഈ B2 പേപ്പർ 2 ഈക്വൽ പാർട്സ് ആക്കി എടുക്കണം. എന്നിട്ട് സ്റ്റീൽ റോഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് പ്രസ് ചെയ്തെടുക്കണം. ഈ പീസ് കൂടാതെ തന്നെ B1 പേപ്പർ വ്യത്യസ്ത അളവിൽ റോൾ ചെയ്തിട്ട് 2 പീസും കൂടി എടുക്കണം. ആകെ 3 പീസാണ് ഒരു മഡ് ഗാർഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളിനി വീല് ചെയ്യാനെടുത്ത അതേ ടിന്നിൽ തന്നെ ഇതിന്റെ സൈസ് അനുസരിച്ച് ഒട്ടിച്ച് വെക്കണം. ഇത് ഉണങ്ങിയ ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ B2 പേപ്പർ ഇങ്ങനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്റ്റീൽ റോഡ് ഉപയോഗിച്ച് ഇങ്ങനെ റോൾ ചെയ്ത ശേഷം പ്രസ് ചെയ്തെടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഈ കട്ടിയുള്ള കമ്പി ഈ വീലിൻ്റെ സെൻറ്റർ പോർഷൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇപ്പോൾ മടക്കി വെച്ചിരിക്കുന്ന ഈ പേപ്പർ റോള് ഈ കമ്പിയുടെ അറ്റത്തായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇത് ഈ ഹബിലൂടെ കയറ്റിയ ശേഷം അതിൻ്റെ മറ്റേ അറ്റത്തുകൂടി ഈ പേപ്പർ റോൾ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഈ ഫോർക്ക് ചെയ്യാനായിട്ട് ഈ B3 പേപ്പർ റോൾ ചെയ്തിട്ട് എൻഡ് എത്തുന്നതിന് മുമ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതിന് സെയിം തിക്നെസ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ 2 പീസ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ചെറിയ പേപ്പർ ട്യൂബ് ഇതിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ കട്ടിയുള്ള വേറൊരു പേപ്പർ റോൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ കൂടി കയറ്റാൻ പറ്റുന്ന മറ്റൊരു പേപ്പർ റോൾ കൂടി ചെയ്തെടുക്കണം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ചെറിയ പേപ്പർ പീസ് കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ പേപ്പർ പീസ് എടുത്ത് ഇങ്ങനെ ചുറ്റി ഒട്ടിക്കുക. എന്നിട്ട് ഈ റോള് ഹൈറ്റ് അനുസരിച്ച് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് വേറൊരു പേപ്പർ റോൾ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഈ ഹാൻഡിൽ ബാർ ചെയ്യാനായിട്ട് ഒരു പേപ്പർ റോൾ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ കമ്പി കയറ്റണം. എന്നിട്ട് ഹാൻഡിലിൻ്റെ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ചെറിയൊരു പേപ്പർ പീസ് കൂടി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് ഫ്രണ്ട് വീലുമായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഇനി ഈ 2 ഹാൻഡിലിൻ്റെയും അറ്റത്തായിട്ട് ചെറിയ പേപ്പർ പീസ് കൂടി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ബ്രേക്ക് ചെയ്യാനായിട്ട് B6 പേപ്പർ റോൾ ചെയ്തിട്ട് സൈസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. 2ൻ്റെയും അറ്റത്തായിട്ട് ചെറിയൊരു പേപ്പർ പീസ് കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഹാൻഡിലുമായിട്ട് ഒട്ടിച്ചിട്ട് ചെറിയ പേപ്പർ പീസ് കൊണ്ട് അത് തമ്മിൽ ചുറ്റിയെടുക്കണം. ഈ ബ്രേക്കിൻ്റെ അറ്റം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ മഡ് ഗാർഡ് എടുത്ത് അതിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഈ ചെയിൻ ഇടുന്ന പാർട്ടും പെഡലും അതുപോലെ ക്രാങ്ക് ആംസും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പേപ്പർ റോളിലേക്ക് കമ്പി കയറ്റിയ ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ചെറിയ 2 പേപ്പർ റോളിൻ്റെ ഇടയ്ക്കായിട്ട് അതിലും ചെറിയൊരു പേപ്പർ റോൾ വെച്ചിട്ട് ഒട്ടിച്ചാണ് ഞാൻ പെഡൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലൂടെ ഫ്രീ ആയിട്ട് കയറ്റാൻ പറ്റുന്ന മറ്റൊരു പേപ്പർ റോൾ കൂടി ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ പേപ്പർ പീസസ് ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ വലത് സൈഡിലായിട്ട് പേപ്പർ റോൾ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇനി ഈ ചെയിന് ഇതിൽ സെക്യൂറായിട്ട് കിടക്കാനുള്ള പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചെറിയൊരു പേപ്പർ ഷീറ്റിൻ്റെ സെൻറ്ററിൽ ഹോൾ ഇട്ട ശേഷം ഇങ്ങനെ ഇതിലേക്ക് കയറ്റി ഇതിൻ്റെ ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. കുറച്ച് പേപ്പർ പീസസ് ഒട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ വരച്ച പേപ്പർ പീസ് കൂടി ചേർത്ത് ഒട്ടിക്കണം. എന്നിട്ട് ഉണങ്ങിയ ശേഷം ഈ വരച്ചതിന് കുറച്ച് വെളിയിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ മറ്റൊരു പീസും ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ബാക്ക് വീലിൻ്റെ സെൻറ്ററിൽ ടൈറ്റായിരിക്കുന്ന രീതിയിൽ ഒരു പേപ്പർ റോൾ ചെയ്തിങ്ങനെ ചുറ്റിയെടുക്കണം. എന്നിട്ട് നേരത്തെ പോലെ ഇതിൻ്റെ അളവിൽ 2 പീസ് കൂടി ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പീസസ് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേപോലെ ഒട്ടിക്കണം. ഇത് കുറച്ച് കട്ടിയാകാനായിട്ട് ഫ്ലെക്സ് ക്വിക്ക് കൂടി ഇതേപോലെ അപ്ലൈ ചെയ്യണം. ഇനി ഇത് ബാക്ക് വീലിൻ്റെ ഹബിലായിട്ട് ഇങ്ങനെ കയറ്റണം. എന്നിട്ട് ഫ്രണ്ട് വീലിൽ ചെയ്ത പോലെ ചെറിയ കമ്പി എടുത്തിട്ട് ഇതിൻ്റെ 2 അറ്റത്തുമായിട്ട് പേപ്പർ റോൾ ചുറ്റി ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ബാലൻസ്ഡ് കമ്പി കട്ട് ചെയ്ത് കളയും.
ഇനി ചെറിയ 2 പേപ്പർ റോൾ ഇതേപോലെ ചെയ്തെടുക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് വേണം നമ്മൾ ഈ പെഡൽ കയറ്റി ഇടാനായിട്ട്. എന്നിട്ട് ഈ ബാലൻസ് കമ്പി കട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വെക്കണം. ഇങ്ങനെ 2 പെഡലും ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് എടുക്കണം. ഇതാണ് നമ്മുടെ ചെയിൻ. ഈ ഒരു പേപ്പർ റോളിൽ ചെറിയ കമ്പി കയറ്റിയ ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിക്കണം. എന്നിട്ട് ഇത് ബാക്ക് വീലുമായിട്ട് കണക്ട് ചെയ്യണം. ഈ കണക്ട് ചെയ്യുന്ന ടൈമിൽ ഈ റബ്ബർ ബാൻഡ് ലൂസ് ആയിരിക്കരുത്. അപ്പോൾ അത് കറക്റ്റ് അളവിൽ പിടിച്ച ശേഷം മാത്രം അതിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം. എന്നിട്ട് ഈ ബാക്കിലെ മഡ് ഗാർഡ് കൂടി ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഈ സെൻറ്റർ പാർട്ടിലെ കമ്പികൾ ചെയ്യാം. ഇതിൽ ഈ സീറ്റ് ട്യൂബും ഡൗൺ ട്യൂബും ചെയ്യാനായിട്ട് B3 പേപ്പർ എടുത്ത് ഇതേപോലെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അതേപോലെ ഈ ടോപ്പ് ട്യൂബ് ചെയ്യാനായിട്ട് B1 പേപ്പർ ഇതേപോലെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇനി ഈ B3 പേപ്പർ റോളിൻ്റെ ഒരറ്റം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അല്പം ബാക്കിലേക്ക് ചരിച്ച് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഈ വേറൊരു പേപ്പർ റോൾ എടുത്ത് ഈ B3 റോളിനെ ബാക്കിലേക്ക് കണക്ട് ചെയ്ത് ഇതേപോലെ ഒട്ടിക്കണം. ഇനി ഈ ഫ്രണ്ട് വീലിൻ്റെയും ബാക്ക് വീലിൻ്റെയും ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് B1 പേപ്പർ റോള് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഇതേപോലെ കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഒട്ടിക്കണം. ഇതേപോലെ മറ്റേ B3 പേപ്പർ റോൾ കൂടി ഒട്ടിച്ചെടുക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ഈ ചെറിയ പീസസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ജോയിൻ ചെയ്ത പാർട്ടിലൊക്കെ ഈ ക്വിക്ക് ഫിക്സ് കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ചെറിയൊരു പേപ്പർ റോൾ കൂടി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ സാഡിൽ ചെയ്യാം. അതായത് ഇതിൻ്റെ സീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് B2 പേപ്പർ റോൾസ് എടുത്ത് ആദ്യം ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നീളത്തിൽ ചുറ്റിയെടുക്കണം. ഇങ്ങനെ ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും ഗ്ലൂ അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്ത് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. എന്നിട്ടിത് ഉണങ്ങിയ ശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് പ്രസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സീറ്റ് വെക്കാനുള്ള ഹൈറ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ബാലൻസ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പേപ്പർ റോൾ എടുക്കണം. എന്നിട്ട് ഇത് സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിക്കണം. ഇനി നമുക്ക് ബ്രേക്ക് ചെയ്യാം. അതിനായിട്ട് ഈ ചെറിയ കമ്പി വയറിൽ ചെറിയ പേപ്പർ പീസസ് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേപോലെ ചുറ്റി ഒട്ടിക്കണം. എന്നിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ചെറിയ പേപ്പർ റോളിൽ കമ്പി കയറ്റിയിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് മറ്റൊരു പേപ്പർ പീസ് എടുത്ത് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ചുറ്റി ഒട്ടിക്കണം. എന്നിട്ട് സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ കമ്പിയിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇനി കുറച്ച് പേപ്പർ പീസസ് തമ്മിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് അതിൽ വരച്ചിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ചെറിയ 2 പേപ്പർ റോൾ കൂടി ഒട്ടിച്ച ശേഷം സിൽവർ കളർ അടിച്ചെടുക്കണം. ഇതേപോലെ 2 എണ്ണം ചെയ്തെടുക്കണം. ഇനി സീറ്റിന് ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുക. അക്രിലിക് സിൽവർ പൗഡർ എടുത്ത് അതിലേക്ക് മീഡിയം 1 ഒഴിച്ച് മിക്സ് ചെയ്യണം. എന്നിട്ട് വീലിൻ്റെ റിമ്മിലും കമ്പിയിലും ഹബിലും ഒക്കെ അടിച്ചെടുക്കണം. ഇനി ഈ ബ്ലൂ മെറ്റാലിക് കളർ എടുത്ത് സപ്പോർട്ടിംഗ് ബാറിലും സെൻറ്റർ ഫ്രെയിമിലും മഡ് ഗാർഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിക്കണം. ഇനി ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് എടുത്ത് ഇതിൻ്റെ ടയറിലും ഹാൻഡിലിൻ്റെ ഗ്രിപ്പിലുമായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇത് ഉണങ്ങിയ ശേഷം ഈ കമ്പിയിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ബ്രേക്ക് അളവനുസരിച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ചെറിയ പീസ് എടുത്ത് സിൽവർ കളർ അടിച്ച ശേഷം ഈ ബാക്ക് ബ്രേക്ക് ഇങ്ങനെ സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഈ ചെറിയ പേപ്പർ എടുത്ത് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ താഴെയായിട്ടൊരു ചെറിയ പേപ്പർ റോൾ ഒട്ടിക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പേപ്പർ പീസ് കൂടി ഒട്ടിച്ച് സിൽവർ കളർ അടിച്ച് ബെല്ലാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ന്യൂസ് പേപ്പർ ബൈസൈക്കിൾ റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. ഇനിയും വ്യത്യസ്തമാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്